ഒരു നാടിന്റെ മുഴുവൻ തേങ്ങലായിരുന്നു പ്രദേശത്തെ 5 വൃക്കരോഗികൾ. അവരുടെ ചികിത്സയ്ക്കായി പുന്നപ്ര തെക്ക് ഗ്രാമം ഒരു മനമോടെ കൈകോർത്തിറങ്ങിയപ്പോൾ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ സ്വരൂപിക്കാനായത് 35 ലക്ഷം രൂപ. മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന വിപ്ലവ ഭൂമിയായ പുന്നപ്രയിൽ വറുതി കണക്കാക്കാതെ എല്ലാവരും സഹായഹസ്തവുമായി എത്തിയപ്പോൾ സഹജീവികളോടുള്ള സഹാനുഭൂതിയുടെ മാതൃകയായി അത് മാറി. ശസ്ത്രക്രിയയ്ക്ക് വകയില്ലാതെ കഷ്ടപ്പെട്ട 5 രോഗികളുടെയും അവരുടെ കുടുംബത്തിന്റെയും നിസ്സഹായാവസ്ഥ കണ്ടും കേട്ടുമറിഞ്ഞ നിരവധി പേരാണ് ചികിത്സാ ധനസമാഹാര യജ്ഞത്തിൽ സ്വയം പങ്കാളികളായത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, അധ്യാപകർ എന്നുവേണ്ട NSS വോളണ്ടിയർമാരും വിദ്യാർത്ഥികളുമടക്കമുള്ളവർ ഈ യജ്ഞത്തിൽ പങ്കുചേർന്നു. കുരുന്നുകൾ തങ്ങളുടെ കുടുക്കയിൽ ശേഖരിച്ചു വെച്ചിരുന്ന പണവും വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് കിട്ടിയ തുകയും സംഭാവനയായി നൽകിയപ്പോൾ പിഞ്ചുപൈതങ്ങളുടെ കുഞ്ഞിക്കരങ്ങൾ ആശ്വാസകരങ്ങളായി. ജീവൻ രക്ഷാ സമിതിയുടെ മേൽനോട്ടത്തിലായിരുന്നു ഫണ്ട് സ്വരൂപീകരണം. ഞായറാഴ്ച രാവിലെ 8:30 ആരംഭിച്ച യജ്ഞം ഉച്ചയ്ക്ക് 1:30 അവസാനിച്ചപ്പോൾ ചികിത്സയ്ക്ക് ആവശ്യമായ 35 ലക്ഷം രൂപ പിരിഞ്ഞുകിട്ടി. 34 വയസ്സുള്ള മണിയാപ്പുഴിയിൽ റോയി, 26 വയസ്സുള്ള ചള്ളി പുതുവൽ ആലിശ്ശേരി വീട്ടിൽ ശ്യാംകുമാർ, 22 വയസ്സുകാരൻ ആലിശ്ശേരിയിൽ ഗോപകുമാർ, 48 വയസ്സുള്ള തറയിൽ വീട്ടിൽ ജലാലുദ്ദീൻ, 32 വയസ്സുകാരി പോത്തശ്ശേരി വീട്ടിൽ സീനത്ത് എന്നിവരുടെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ഒരു നാടാകെ മുന്നിട്ടിറങ്ങി തുക സ്വരൂപിച്ചത്. ചങ്ങനാശ്ശേരി പ്രത്യാശ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ആന്റണി, ജനറൽ കൺവീനർ PG സൈറസ് എന്നിവരുടെ നേതൃത്വത്തിൽ 17 വാർഡുകളിലും സ്ക്വാഡുകൾ രൂപീകരിച്ചായിരുന്നു പ്രവർത്തനം. സ്വരൂപിച്ച തുക G. സുധാകരൻ MLA രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയപ്പോൾ അവരുടെ കണ്ണുകളിൽ ഈറനണിഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ആന്റണി അധ്യക്ഷത വഹിച്ചു.